ഹലോ എവരിവൺ, വെൽക്കം ടു എക്കണോമെട്രിക്സ് ലെക്ചർ സീരീസ്. നമ്മൾ ഇന്ന് എക്കണോമെട്രിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് തിയറമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഗസ് മാർക്കോവ് തിയറം, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് OLS. നമ്മൾ പ്രീവിയസ് ഒരു ക്ലാസ്സിൽ ന്യൂമറിക്കൽ പ്രോപ്പർട്ടി ഓഫ് OLS ഉണ്ടായിരുന്നു. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സിന്റെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് OLS. ഒന്നാമത് ലീനിയാരിറ്റി ആണ്. ലീനിയാരിറ്റി. രണ്ടാമത്തേത് അൺബയാസ്നെസ്. മൂന്നാമത്തെ എഫിഷ്യൻസി. നാലാമതായിട്ട് പറയാവുന്നത് കൺസിസ്റ്റൻസി. അപ്പൊ ഇതൊക്കെയാണ് OLS എസ്റ്റിമേറ്റേഴ്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാവുന്നത്. ലീനിയാരിറ്റി എന്താണ് ലീനിയാരിറ്റി എന്ന് നോക്കാം. അതായത് OLS എസ്റ്റിമേറ്റേഴ്സ് ലീനിയർ ആയിരിക്കണം. അത് അങ്ങനെ വരുന്ന എസ്റ്റിമേറ്റേഴ്സ് ഒരു ലീനിയാരിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നുവെച്ചാൽ അതൊരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം. ആ OLS എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം. റാൻഡം വേരിയബിളിന്റെ ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം. രണ്ടാമത്തേതാണ് അൺബയാസ്നെസ്. അൺബയാസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആ എസ്റ്റിമേറ്ററിന് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ബീറ്റ ഹാറ്റ് ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ ബീറ്റ ഹാറ്റിന്റെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ അത് ട്രൂ വാല്യൂവിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ ബയാസ് 0 ആയിരിക്കണം. അൺബയാസ്നെസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് എപ്പോഴാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എടുക്കുമ്പോൾ അതിന്റെ ട്രൂ വാല്യൂ ആയിട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എടുക്കുമ്പോൾ ആക്ച്വൽ വാല്യൂ നമുക്ക് കിട്ടണം. ആ ഒരു കേസിനെയാണ് നമ്മൾ അൺബയാസ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു പ്രോപ്പർട്ടിയാണ്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ഹാവ് മിനിമം വേരിയൻസ് ഇൻ ദ ക്ലാസ് ഓഫ് ഓൾ സച്ച് എ ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എസ്റ്റിമേറ്റേഴ്സിന്റെ ഒരു സെറ്റ് എടുത്താൽ അതിൽ ഏറ്റവും മിനിമം വേരിയൻസ് ഉള്ളതായിരിക്കണം. അതിൽ ഏറ്റവും വേരിയൻസ് കുറവുള്ളതായിരിക്കണം. അതിന്റെ വേരിയൻസ് കുറവായിരിക്കണം എന്നർത്ഥം. വേരിയൻസ് നമുക്കറിയാം, വേരിയൻസും സ്റ്റാൻഡേർഡ് എററും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ വേരിയൻസ് കുറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്റ്റാൻഡേർഡ് എറർ കുറയുന്നു എന്നുള്ള, എറർ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. ആ ഒരു അർത്ഥത്തിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അടുത്ത നാലാമത്തെ ഒരു അസംഷൻ വരുന്നത്, അല്ലെ നാലാമത്തെ ഒരു അസംഷൻ അല്ല പ്രോപ്പർട്ടി, നാലാമത്തെ ഒരു പ്രോപ്പർട്ടി വരുന്നത് കൺസിസ്റ്റൻസി ആണ്. OLS എസ്റ്റിമേറ്റേഴ്സ് ആർ കൺസിസ്റ്റന്റ് ഇഫ് ബീറ്റ ഹാറ്റ് കൺവേർജസ് ഇൻ പ്രോബബിലിറ്റി ടു ബീറ്റ ആ സാമ്പിൾ സൈസ് n ഇൻക്രീസസ്. എന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് കൂടുന്തോറും നമ്മുടെ സാമ്പിൾ സ്റ്റാറ്റിക്സ് ആയ ബീറ്റ ഹാറ്റ് ആക്ച്വൽ പോപ്പുലേഷൻ പാരാമീറ്റർ ആയ ബീറ്റയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി അവർ ബീറ്റ ഹാറ്റ് ഷുഡ് കൺവേർജസ് ടു ആക്ച്വൽ ബീറ്റ. അതാണ് നാല് പ്രോപ്പർട്ടിയാണ് OLS എസ്റ്റിമേറ്റേഴ്സിന് വേണ്ട 4 പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് ആണ് OLS എസ്റ്റിമേറ്റേഴ്സിനുള്ളത്. ഗസ് മാർക്കോവ് തിയറോ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ച ഒരു തിയറമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഗസ് മാർക്കോവ് തിയറം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഗിവൺ ദി അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ, ദ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് ഇൻ ദ ക്ലാസ് ഓഫ് അൺബയാസ്ഡ് ലീനിയർ എസ്റ്റിമേറ്റേഴ്സ് ഹാവ് മിനിമം വേരിയൻസ്, ദാറ്റ് ഈസ് ദേ ആർ ബ്ലൂ. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ അസംഷൻ നിലനിൽക്കെ, നമ്മൾ പ്രീവിയസ് ഒരു ക്ലാസ്സിൽ CLRത്തിന്റെ അസംഷൻസ് കണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അസംഷൻസിന്റെ കേസിൽ മാത്രമേ നമുക്ക് OLS അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വയലേറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് OLS അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അതാണ് അവിടെ പറഞ്ഞത്. ഗിവൺ ദി അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ, the least square estimators in the class of unbiased linear estimators have minimum variance, that is they are blue. ബ്ലൂ എന്ന് വെച്ചാൽ ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ആ അബ്രിവേഷന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ബ്ലൂ. അവർ പറയുന്നത് അത് ഈ എങ്ങനത്തെ എസ്റ്റിമേറ്റേഴ്സ് ആണ് ബ്ലൂ ആവുന്നത്? അത് ലീനിയർ ആയിരിക്കണം, പിന്നെ അത് അൺബയാസ്ഡ് ആയിരിക്കണം. ആ ലീനിയർ അൺബയാസ്ഡ് ആയിരിക്കുന്ന എസ്റ്റിമേറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ, കുറെ സെറ്റ് ഓഫ് എസ്റ്റിമേറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം വേരിയൻസ് ഉള്ളതായിരിക്കണം നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന എസ്റ്റിമേറ്റേഴ്സ്. അപ്പൊ അതാണ് ഗസ് മാർക്കോവ് തിയറം പറയുന്നത്. സോ തിയറം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.